ഈ പെണ്ണിനോട് ഈ രാവിലെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് മോറിച്ച് പോകാൻ പറഞ്ഞ പെണ്ണ് കേൾക്കൂല. അച്ചേൽക്ക് കിട്ടാണ്ട് പോവും. അണിഞ്ഞൊരിങ്ങോട്ട് പോവുകന്നെ. കുറച്ചെങ്കിലും ഒരു പണിയൊക്കെ എടുത്ത് വെച്ചിങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിനൊരു ആശ്വാസം ഉണ്ടായി. എവിടെ ആരോട് പറയാൻ, ആര് കേൾക്കാന്? ഇജ്ജ് എന്താ സൂറ ഒറ്റക്കൊന്ന് സംസാരിക്കണേ? ഇന്റെ നേഹന്റെ കൂട്ടം തന്നെ പറയുകയാണേ, ഞായറാഴ്ച ഓൾക്കൊരു ലീവ് ഉണ്ടാവും. ആ ലീവിന് ഞാൻ പറയും മിറ്റൊക്കെ ഒന്ന് അടിച്ചടി നീ പറഞ്ഞാല് ഓൾ അത് കേൾക്കൂല. എന്നാ വേണ്ട 9 മണിക്ക് ക്ലാസ് തുടങ്ങുള്ളൂ. പോണ പോക്കിൽ നീ പാത്രങ്ങളൊക്കെ ഒന്ന് മോറിക്കാൻ പറഞ്ഞാല് അതും കേൾക്കൂല. എന്നാ ലീവുള്ള ദിവസമാണെങ്കിലാ പഠിപ്പ് 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 എന്ന് പറയും. ഓളെ കൂട്ടം ഇങ്ങനെ പറയുന്നേ. ഷായിനാക്കാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോലും ഒഴിവില്ല. ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ തന്നെ വരവ് ചെലവ് അതിന്റെ കണക്ക് നോക്കാൻ തന്നെ ഓൾക്ക് നേരമുള്ളൂ. മോളിന്ന് ജോലിക്ക് പോയിട്ടില്ല. അനക്കറിയോ നേഹമോളെ കല്യാണം കെട്ടിക്കാളെ സ്വർണം വരെ ഇപ്പൊ തന്നെ എടുത്ത് വെച്ചിക്കണ്. ഇന്നിന്റെ ആങ്ങളുടെ പേരക്കുട്ടിക്ക് ഒരു വള എടുക്കാൻ പോണെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പണ്ടംകെട്ടലാണ് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കില് പെറ്റിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി പോന്നതാണ്. പിന്നെ പണ്ടംകെട്ടൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, പോവാതിരിക്കാൻ പറ്റൂലല്ലോ, മോശല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാല് എന്റെ ബാധ്യതകളൊക്കെ തീർക്കാനുള്ള ഒരു യന്ത്രാക്കി ഇപ്പൊ ജോളെ. ഇജ്ജ് എന്ത് വർത്താനാണ് പറയുന്നത്? ഞാൻ ഓളെ എന്ത് കരുവാക്കിന്നാണ്? ഈ കുടുംബത്തിൽ ഓളല്ലാതെ വേറെ ആരെ ചെയ്യാനുള്ളത്? വെറുതെ അല്ല ആൾക്കാര് പറയണത്. ആൾക്കാര് പറയാ? ആൾക്കാരെന്ത് പറഞ്ഞീന്ന്? ഇജ്ജ് വല്ലാതെ ഉരുണ്ട് കളിക്കല്ലേ സൂറ. ഇജ്ജ് എല്ലാടും മറന്ന്. ഇജ്ജ് ഒരു പ്രാവശ്യെങ്കിലും ആ പെൺകുട്ടിന്റെ ജീവിതത്തെ പറ്റിയേ ചിന്തിച്ചിട്ടുണ്ടാ? അതിനെപ്പോഴെങ്കിലും ഒരു ജീവിതം വേണമെന്നുള്ളതേ ഇജ്ജ് ചിന്തിച്ചിട്ടുണ്ടാ? എവിടെ? അതിന് അവൾ എന്റെ ആരാ? എന്റെ ആരുമല്ലല്ലോ. ചോരക്കല്ലേ, ചോരനോട് വേദന ഉണ്ടാവും. അന്യ എന്റെ കുടുംബത്തിനെ കഷ്ടകാലത്ത് തിരിഞ്ഞോക്കാത്തേ ആങ്ങളെന്റെ കുട്ടിക്ക് വള വാങ്ങിക്കൊടുക്കണ്ടേ, അതും പേരക്കുട്ടിക്ക്? ഞാൻ ചെല്ല് കറിയൊക്കെ വെച്ചിട്ട്. എന്റെ ഒരു കാര്യം. ഒരു ദിവസം ലീവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മടക്കിയൊക്കാണ്ടാവും. ഇത് ഞാൻ ഇന്നലട്ടീന്നല്ലേ, ഏത് സമയത്താണ് അത് കഴിയല്? ഉമ്മാന്റെ കഴിഞ്ഞാണ്. ഉമ്മ 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 മോളെ നേഹ, ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ലത്താ, ഇന്നെന്ത് സമരാണ്? ഇന്ന് മോളെ ഉമ്മാനോട് ചോദിച്ചോക്കെ കഴിഞ്ഞോന്നുള്ളത്. ഉമ്മ വള മേടിക്കാൻ പോണെന്ന് പറഞ്ഞിന്. ഉമ്മതാരന്? അല്ല, എനിക്കിന്ന് ക്ലാസ് ഇല്ലേ? ഇനി ഉണ്ടെങ്കിൽ തന്നെ നിർത്തിക്കാളാം, മതി. പഠിപ്പും പത്രാസൊക്കെ മതി. ഇനി എന്തിനാ മോളെ പഠിപ്പ് നിർത്തണേ? അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായി ഇവിടെ? ഇത് ഞാൻ എന്റെ കുട്ടിയും കൂടിയുള്ള സംസാരാണ്. അതിലേ ഇജ ഇടപെടണ്ട. ഇജേ എന്റെ കാര്യങ്ങൾ നോക്ക്, ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കിയത് മതി. ഉമ്മ എന്തൊക്കെയാ ഈ പറയണേ? ഉമ്മ അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായി? ഞാൻ അതിനിവിടെ ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിലും ഇതിപ്പോ ഞങ്ങൾക്കൊരു ഭാരം തന്നെ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇങ്ങനെ നിൽക്കുക കുറച്ച് തോന്നിയിട്ട്. ഇങ്ങനെ മേക്കപ്പ് ഇട്ട് നടന്നിട്ട് കാര്യമില്ല. ആണും പെണ്ണായിക്കേ ഈ ജന്നുള്ളൂ ഈ കുടുംബത്തിന്. ആ ബോധം എനിക്ക് വേണം. പഠിപ്പ് പത്രാസൊക്കെ നിർത്തിങ്ങാണ്ടേ വല്ല ജോലിക്കും പോകാൻ നോക്ക്.
അമ്മാക്ക് എന്ത് പറ്റി? നേഹ നേഹ ആ എന്താ വരണോ? ഈ ഉമ്മാൻ്റെ മനസ്സിൽ എന്താണ്? ഷാഹിനാക്ക് ഇനി പുതിയൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നാടകമാണോ? കാത്തിരിക്കാം നമുക്ക്.